ഇന്നലെ ഓഫീസിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ചെറിയ കാര്യമാണ്, പക്ഷെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. HR മാനേജരോട് 2 ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു. ഒന്ന്, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ഒരു സ്റ്റാഫിനെ അവിടുന്ന് മാറ്റുക എന്നുള്ളത്. 2, പുതിയൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തായി നമ്മുടെ 2 ഡിസിഷൻസ്? അപ്പോൾ പറഞ്ഞു, സാർ OLXൽ ആഡ് കൊടുത്തു, പുതിയ സ്റ്റാഫിന്റെ കുറച്ച് റെസ്യൂംസ് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ 2ാം തീരുമാനം എന്തായി? സാർ അതൊരു ഡിസിഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വൈകുന്നേരം ഓഫീസിലെത്തി, നമ്മുടെ HR മാനേജറുടെ അടുത്ത് വരാൻ പറഞ്ഞു. HR മാനേജർ ക്യാബിനിലിരുത്തി. നമ്മുടെ HR മാനേജർക്ക് ഇമോഷണൽ ഡിസിഷൻ പാറ്റേണിന്റെ പ്രോബ്ലം ആണുള്ളത്. അപ്പം ഒന്ന് വന്നിരുന്ന് 1 ബ്രത്ത് എടുക്കാൻ പറഞ്ഞു, ഒരു ഡീപ് ബ്രീത്ത് എടുക്കാൻ പറഞ്ഞു, പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാൻ പറഞ്ഞു. മൈൻഡ് ഒന്ന് കാമാക്കിയതിന് ശേഷം 1 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, ശരിക്കും നമ്മളെ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുകയാണോ? ആ സ്റ്റാഫിന് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കൂടും, ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ HR മാനേജർ ഡിസിഷൻ എടുത്തു, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയി. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? ഈ വീഡിയോ സേവ് ചെയ്യൂ. ഡിസിഷൻ ക്ലാരിറ്റി റീസെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കമന്റ് ചെയ്യൂ. ക്ലാരിറ്റി, 1 ബ്രെത്ത്, കാം മൈൻഡ്, ക്ലിയർ ഡിസിഷൻ.